സ്വർഗീയനാദം ശ്രവിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും പ്രഭാത വന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ പുതിയ ദിവസം കാണുവാൻ ദൈവം നമ്മുടെ ആയുസ്സിനെ ദീർഘമാക്കി തന്നതിനായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഇന്നത്തെ ദിവസം എല്ലാവർക്കും അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൂരെ ഇരിക്കുന്ന ഒരാളിൻ്റെ മുഖം കണ്ടുകൊണ്ട് സംസാരിക്കുക എന്ന് പറയുന്നത് തീർച്ചയായും അത്ഭുതാവഹമായ ഒരു കാര്യമാണ്. വാർത്താവിനിമയ രംഗത്ത് ലോകം കൈവരിച്ച അതിപ്രധാനമായ ഒരു കണ്ടുപിടുത്തമാണ് വീഡിയോ കോളുകൾ എന്നുള്ളത്. അതേ തുടർന്ന് വീഡിയോ കോൺഫറൻസിംഗ് ഉണ്ടായി. വിവിധ സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് പലർക്ക് ഒരുമിച്ച് കൂടി വരുവാൻ ഒരു പ്ലാറ്റ്ഫോം, ആ പ്ലാറ്റ്ഫോമിൽ തമ്മിൽ കണ്ടുകൊണ്ട് മുഖം കണ്ടുകൊണ്ട് ചർച്ചകൾ നടത്തുക, മീറ്റിങ്ങുകൾ നടത്തുക എന്നിത്യാദി കാര്യങ്ങൾ നടത്തുവാൻ സാധിക്കുന്നതും അത്ഭുതാവഹമായ ഒരു കാര്യം തന്നെയാണ്. ഒരു 10-40 വർഷം മുൻപുള്ള കാര്യങ്ങൾ നാം നോക്കുമ്പോൾ അന്ന് ഇൻലാൻഡിൽ എഴുത്തുകൾ എഴുതി പോസ്റ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. പോസ്റ്റ് കാർഡുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എളുപ്പത്തിൽ വിവരങ്ങൾ കൈമാറുന്നതിന് വേണ്ടിയുള്ള ടെലഗ്രാം സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. ടെലഗ്രാമുകൾ തന്നെ ഉപയോഗിച്ചിരുന്നപ്പോൾ അതിലെ ഓരോ വാക്കുകളും കണക്കാക്കി അതിനനുസരണമായി നാം പണം കൊടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് അന്ന് വിവരങ്ങൾ കൈമാറിയിരുന്നത്. പ്രത്യേകിച്ച് ദൂരസ്ഥലങ്ങളിലുള്ള ആളുകളെ പറ്റിയുള്ള എന്തെങ്കിലും വിവരങ്ങൾ, കൂടുതലായും മരണവിവരങ്ങൾ പെട്ടെന്ന് അറിയിക്കുന്നതിന് വേണ്ടിയാണ് അന്ന് ടെലഗ്രാം സംവിധാനങ്ങൾ ഉപയോഗിച്ചിരുന്നത്. പിന്നീട് മിക്ക വീടുകളിലും ഫോൺ സൗകര്യങ്ങളുണ്ടായി. അതിനുശേഷം ആൻഡ്രോയിഡ് ഫോണുകളുടെ വരവോടുകൂടെ വാസ്തവത്തിൽ വാർത്താവിനിമയ രംഗത്ത് ഒരു വലിയ കുതിച്ചുചാട്ടം തന്നെ നമ്മുടെ രാജ്യം നടത്തിയിട്ടുണ്ട് എന്നുള്ളതിൽ സംശയമില്ല. അതിനൂതനമായ സാങ്കേതിക വിദ്യയിൽ വളരെ വിദൂരത്തിരിക്കുന്ന ഒരാളിൻ്റെ മുഖം കണ്ടുകൊണ്ട് സംസാരിക്കുവാൻ നമുക്ക് ഇന്ന് സാധിക്കുന്നു. ഈ ഭൂമിയുടെ 2 വിപരീത ധ്രുവങ്ങളിൽ ഇരുന്നു കൊണ്ട് പരസ്പരം സംസാരിക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് തന്നെ അത്ഭുതകരമാണ്. അപ്പോൾ പിന്നെ മുഖം കണ്ടുകൊണ്ട് സംസാരിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് എത്രയോ അത്ഭുതാവഹമായ ഒരു കാര്യമാണ്. അത്രമാത്രം ശാസ്ത്രം പുരോഗമിച്ചിരിക്കുന്നു. അത്രമാത്രം വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾ നമുക്ക് അതിസാധാരണമായ നിലയിലേക്ക് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നു. സമാനമായ മറ്റൊരു കണ്ടുപിടുത്തമാണല്ലോ വീഡിയോ കോൺഫറൻസിംഗ് എന്നുള്ളത്. പല സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട്, പല രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഒരുമിച്ച് ഒരു കോൺഫറൻസ് നടത്തുക, അതും പരസ്പരം മുഖം കണ്ടുകൊണ്ട് സംസാരിക്കുവാൻ സാധിക്കുക, ഇതും തീർച്ചയായും അത്ഭുതകരമായ ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ ലോകത്തിൻ്റെ മൊത്തത്തിലുള്ള വാർത്താവിനിമയ രംഗം എത്രമാത്രം അത്ഭുതകരമായ വളർച്ച നേടിയിരിക്കുന്നു. ഇനിയും ഒത്തിരി കണ്ടുപിടുത്തങ്ങൾ നമ്മുടെ മുൻപിലേക്ക് വരുന്നതിന് വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ നാം എല്ലാ സമയത്തും മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്നു. നമ്മുടെ പ്രിയമുള്ളവരുമായി നാം സംസാരിക്കുന്നു. ഒരുപക്ഷെ ദൂരത്തിരിക്കുന്ന ആളുകളുമായി മുഖം കണ്ടുകൊണ്ട് തന്നെ നാം പലപ്പോഴും സംസാരിക്കുന്നു. അങ്ങനെ എല്ലാ ദിവസവും നമ്മുടെ ഫോണിലൂടെ നാം വീഡിയോ കോളുകൾ, ഓഡിയോ കോളുകൾ ഒക്കെ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. വാസ്തവത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എപ്പോഴും ദൈവവുമായി അടുത്ത് ഇടപഴകുന്നതിന് വേണ്ടിയായിരുന്നു. അതുകൊണ്ടാണ് ദൈവം ഏദൻ തോട്ടത്തിൽ ആദമിൻ്റെയും ഹൗവയുടെയും അടുക്കലേക്ക് വന്നിരുന്നത്. എന്നാൽ ദൈവം അടുത്തു വരുന്തോറും മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. അങ്ങനെ അകന്നകന്ന് അവസാനം അവൻ പാപത്തിൻ്റെ പടുകുഴിയിലേക്ക് വീണു. നിത്യമായ നരകാഗ്നിയിലേക്ക് പതിക്കത്തക്ക നിലയിൽ അവൻ പാപിയായി മാറി. അങ്ങനെ പാപാവസ്ഥയിലിരിക്കുന്ന മനുഷ്യനെ കണ്ടുകൊണ്ട് കോരഹപുത്രന്മാർ പറയുകയാണ്, സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുക്കുവാനോ വീണ്ടെടുപ്പ് വില കൊടുക്കുവാനോ ആർക്കും സാധ്യമല്ല. അവൻ്റെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയത് അത് ഒരു നാളും സാധ്യമല്ല. അങ്ങനെ ഒരു നാളും സാധ്യമല്ലാത്ത ഒരു കാര്യത്തെ വീണ്ടും നമുക്ക് നൽകുന്നതിന് വേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തു ഈ താണലോകത്തിലേക്ക് മനുഷ്യനായി ജനിച്ചു വീണത്. അവിടുന്ന് സകല മനുഷ്യവർഗത്തിൻ്റെയും പാപത്തിന് പരിഹാരമായി കാൽവരി ക്രൂശിൽ യാഗമായി അർപ്പിക്കപ്പെട്ടു. അവിടുത്തെ പരിപാവനമായ രക്തം ദൈവനീതിയുടെ മുൻപാകെ ഒഴിച്ചു. അങ്ങനെ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് നിത്യജീവൻ പ്രാപിക്കുവാൻ സാധിക്കുന്നു. അവൻ നിത്യത മുഴുവൻ കർത്താവിനോട് കൂടെ സ്വർഗത്തിൽ വാസം ചെയ്യുന്നു. അങ്ങനെ ആദാമ്യ ലംഘനത്താൽ ദൈവത്തിൽ നിന്ന് അകന്നുപോയി ശത്രുക്കളായി തീർന്ന, പാപികളായി തീർന്ന, നരകാഗ്നിക്ക് വിധിക്കപ്പെട്ടിരുന്ന മനുഷ്യരെ വീണ്ടും ദൈവം തൻ്റെ സന്നിധിയിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തുവിനെ ഈ താണലോകത്തിലേക്ക് അയച്ചത്. ഈ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ജീവരക്ഷ പ്രാപിക്കുവാൻ ദൈവം താങ്കളെ ഇടയാക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സ്വർഗീയ നാദം, ദ ഹെവൻലി വോയിസ്. ആരും കാണാത്ത നേരത്തും കാണുന്നുണ്ട്, ആരും അറിയാത്ത നോവും അറിയുന്നുണ്ട്. ആരും കാണാത്ത നേരത്തും കാണുന്നുണ്ട്, ആരും അറിയാത്ത
നോവും അറിയുന്നുണ്ട്. എനിക്കെൻ്റെ യേശു മാത്രം മതി, തൻ സാന്നിധ്യവും കാവലും മതി. എനിക്കെൻ്റെ യേശു മാത്രം മതി, തൻ സാന്നിധ്യവും കാവലും മതി. എന്നെ കാണുന്ന ദൈവം, അറിയുന്ന ദൈവം, കരുതുന്ന ദൈവം കൂടെയുണ്ട്. എന്നെ കാണുന്ന ദൈവം, അറിയുന്ന ദൈവം, കരുതുന്ന ദൈവം കൂടെയുണ്ട്.